നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 36 സെന്റ് സ്ഥലം, അതിൽ ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 2 നില നല്ലൊരു വീട്. ഫ്രണ്ട് ഭാഗത്ത് 2 ഷട്ടർ റൂം, അതിൻ്റെ മുകളിലായിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊരു ക്വാർട്ടേഴ്സ്. അപ്പോൾ മുകൾ ഭാഗത്തെ ക്വാർട്ടേഴ്സ് ഇനി കുറച്ച് തേപ്പും വർക്കുകളും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട്. ഇനി വീടിൻ്റെ പിൻഭാഗത്തായിട്ട് ഏകദേശം 19ഓളം റബ്ബർ മരങ്ങൾ. അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. നേരെ ഫ്രണ്ടിൽ കൂടെ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്, മെയിൻ ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലാൻഡ്മാർക്ക്, ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഹെൽത്ത് സെൻ്ററാണ്, പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ്. തൊട്ടടുത്തായിട്ട് അപ്പുറത്തൊരു വൈറ്റിനറി, ഒരു മൃഗാശുപത്രി സ്ഥിതി ചെയ്യുന്നുണ്ട്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 100 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി ദൂരമുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ മാറ്റം സ്വീകരിക്കും, ചെറിയ വില ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ആദ്യം വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം. ഫ്രണ്ട് ഭാഗം മുറ്റതുപോലുള്ളൊക്കെ ഡ്രസ് വർക്ക് ചെയ്ത് നല്ല ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൗകര്യമുള്ള നല്ലൊരു വീട് കേട്ടോ. ഫ്രണ്ട് ഭാഗത്തെ ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു വാടക എന്നുള്ള രീതിയിൽ ആ ഷട്ടർ റൂമൊക്കെ നമ്മൾക്ക് വാടക കൊടുത്ത് മുകൾ ഭാഗത്തെ ക്വാർട്ടേഴ്സൊക്കെ വാടക കൊടുക്കുകയാണെങ്കിൽ ഒരു വരുമാനമായി. വെള്ളത്തിനായിട്ട് സാധാരണ നാടൻ കിണറുണ്ട്, അത് കൂടാണ്ട് ഒരു കുഴൽ കിണറുണ്ട്. അപ്പോൾ സാധാ കിണറുണ്ട്, കുഴൽ കിണറുണ്ട്. ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ട് ഒരു ബോക്സ് ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. വീട് മുഴുവനായിട്ട് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. മുകൾ ഭാഗത്തുണ്ട് ഡിസൈനിൽ, തേപ്പിൽ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഭാഗം 1x1 സൈസുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. മറ്റുള്ള ഭാഗങ്ങൾക്ക് ഫുള്ളായിട്ട് 2x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നേരെ ഫ്രണ്ട് ഭാഗമൊക്കെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഇനി സിറ്റ് ഔട്ടിൽ നിന്ന് 2 ഡോറുകളാണ് വരുന്നത്. ഒന്ന് വലിയ ഹാളിലേക്ക്, ഒന്ന് ഇവിടെ ലിവിങ് കം ബെഡ്റൂമിലേക്ക്. അപ്പോൾ റൂമുകളൊക്കെ ആവറേജ് നല്ല സൈസിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ്. അപ്പോൾ ഈ വീട്ടിൽ 2 പേര് മാത്രമേ ഉള്ളൂ. വീടിൻ്റെ മുകൾ ഭാഗത്തേക്കൊന്നും ആൾ കയറൽ തന്നെയല്ല. അപ്പോൾ ഒരുപാട് ഫർണിച്ചർ കാര്യങ്ങളൊക്കെ തൂക്കിയിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു മൂലക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ലൊരു പെയിൻ്റൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ്. വീടിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ ഫർണിച്ചറൊന്നും ഇങ്ങനെ കിടക്കുന്നത് നമ്മളെ ശ്രദ്ധയിൽ നോക്കണ്ട, അതൊന്നുമല്ല. നമ്മൾ വീട് കണ്ടാൽ മതി, വീടിൻ്റെ സൗകര്യങ്ങൾ നോക്കിയാൽ മതി. ഹാളിന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലൊക്കെ ഫുള്ളായിട്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹാളിൽ തന്നെ നല്ല രീതിയിലൊരു ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു റൂം. ഇപ്പോൾ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ കോർണറിൽ അവിടെ ഒരു ബോക്സ് ലുക്കിലുള്ളൊരു വാഷ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് ഉണ്ട്, 2x2 സൈസിലുള്ള നല്ല വെട്രിഫൈഡ് ടൈല്, മാർബോണൈറ്റ് ടൈലാണ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ മറ്റൊരു റൂം. ഇതിൽ ടോട്ടലി 5 റൂമുണ്ട്. അതിൽ 3 ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അത് കൂടാണ്ട് ഒരു കോമൺ ബാത്റൂം വേറെയുണ്ട്. പടിഭാഗത്തെ ഒരു ബെഡ്റൂമാണിത്. മുകൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി വീട്ടിലെ കിച്ചൺ, ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൻ്റെ മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്തിട്ട് കമ്പിയും പട്ടയും വെച്ചിട്ട് ഓടിട്ടിട്ടുള്ളതാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള നല്ല നീളത്തിലുള്ളൊരു കിച്ചണാണ്. ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ട് മുകൾ ഭാഗത്ത് റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആലുവ പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സൗകര്യമുള്ള നല്ല ലെങ്തി ആയിട്ടുള്ള കിച്ചൺ. ഇനി മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പിൻ്റെ ഭാഗം ഗ്രാനൈറ്റ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റൂഫിങ് ചെയ്തിട്ടുള്ളത് ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഓട് മേഞ്ഞിട്ടുള്ളതാണ്. അതായത് കോണിക്കൂട്ടിൻ്റെ ഈ ഭാഗം മാത്രമേ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. ഈ വലിയ ഹാള്, സിറ്റ് ഔട്ട്, ഇവിടെയൊക്കെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇതുപോലെ സെയിം രീതിയിലുള്ള വെട്രിഫൈഡ് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി കയറി വരുമ്പോൾ ഇവിടെ ഒരു ഹാള്, മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം, വലിയൊരു ബാൽക്കണി, സിറ്റ് ഔട്ട്. ഇത്രയാണ് മുകൾ ഭാഗത്തുള്ളത്. മുകൾ ഭാഗത്തൊരു ബെഡ്റൂമാണ് ഇത് വരുന്നത്. ഇതൊക്കെ ഫുള്ള് സീലിംഗ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. മുകൾ ഭാഗം ഓടാണെങ്കിൽ കൂടി ഫുള്ള് സീലിംഗ് കവർ ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള വലിയൊരു റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ചുമരിൽ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചുമരിലൊക്കെ നല്ല ഡിജിറ്റൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. കോർണറിൽ വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട്. അപ്പോൾ വീട് സൗകര്യങ്ങളുണ്ട്. ടോട്ടലി 5 റൂം വരുന്നുണ്ട് ഇതിൽ. 5 റൂം, വലിയ 2 ഹാള്, കിച്ചണൊക്കെ വരുന്നുണ്ട്. കിച്ചണ് നല്ല വലിയ രീതിയിലുള്ള ബാത്റൂമാണ്. ഇതുണ്ട്, നല്ല ലെങ്തി ആയിട്ടുള്ള വലിയ ബാത്റൂം.
എംഗ്ലോന്തിൻ ക്ലോസറ്റാണ് കൊടുത്തുള്ളത്. അതിലൊരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്തെ 2 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇനി ഇവിടെ ഒരു വലിയൊരു ബാൽക്കണി സിറ്റ് ഔട്ട് ഉണ്ട്. അടിയിൽ ഭാഗത്തുള്ള അതേ സിറ്റ് ഔട്ടിൻ്റെ സെയിം സൈസിലുള്ള മുകൾ ഭാഗത്ത് ഒരു ബോക്സ് ലുക്കിലുള്ള സിറ്റ് ഔട്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഫുള്ളായിട്ട് നല്ല ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള നേരെ ഫ്രണ്ട് ഭാഗം ടാറിങ് റോഡ്. ഈ കാണുന്നത് ഒരു ഹെൽത്ത് സെൻ്ററാണ്. അപ്പോൾ നമ്മൾക്ക് ആ ബിൽഡിങ്ങിലുള്ള ഈ ഷട്ടർ റൂം അതൊക്കെ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരുമാനം കിട്ടും. ഇപ്പോൾ റോഡിൻ്റെ സൈഡാണ്, എന്തെങ്കിലും പലചരക്ക് കടയോ എന്തെങ്കിലും കൂൾബാറോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾക്ക് അവിടുത്തെ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം പ്രതീക്ഷിക്കാം. തൊട്ടടുത്തൊരു ഹെൽത്ത് സെൻ്റർ, അതിൻ്റെ കൂടെ വൈറ്റനറി ഹോസ്പിറ്റൽ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനി വീടിൻ്റെ പിൻഭാഗത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 36 സെൻറ്റാണ് ടോട്ടലി ഉള്ളത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നിങ്ങൾ കണ്ടു. ഇനി പിൻഭാഗത്ത് 50ഓളം റബ്ബർ മരങ്ങളുണ്ട്. മാർക്ക് ചെയ്തിട്ടുള്ള, വെട്ടിയിട്ടില്ല, വെട്ടാൻ പാകത്തിൽ 50ഓളം റബ്ബർ മരങ്ങളുണ്ട്. 10-12ഓളം നല്ല കായ്ഫലുള്ള തെങ്ങുകളുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, അങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. ഇതുണ്ട്, ഇവിടെ പുളിയുണ്ട്. പിന്നെ ബാക്കിൽ ഷീറ്റ് അടിക്കുന്നൊരു ഷെഡുണ്ട്. ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം. ഇതാണ് കിണർ. ഈ കിണർ കൂടാണ്ട് ഒരു കുഴൽ കിണറുണ്ട് ഈ ഒരു വീട്ടിൽ. ഇതുണ്ട് പിൻഭാഗത്ത്. ഇതിലെങ്ങനെ ഈ ഒരു ഭാഗത്താണ് അതിരി വരുന്നത്. അടിഭാഗത്ത് കുറച്ചുണ്ട് കേട്ടോ സ്ഥലം. ഇതവിടെ വലിയൊരു പ്ലാവുണ്ട്. ഈ റബ്ബറൊക്കെ ഇതിൽ വെട്ടിട്ടുള്ളതാണ്. അതായത് മാർക്കറ്റ് വെട്ടാൻ പാകത്തിലായിട്ടുള്ള റബ്ബർ മരങ്ങളാണ്. വീടിൻ്റെ പിൻഭാഗമാണ്. പിൻഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ സ്ഥലങ്ങളുണ്ട്, 36 സെൻറ്റ് ഉണ്ട്. ഇനി ബാക്ക് ഭാഗത്ത് നമ്മൾക്കൊരു വീടോ ക്വാർട്ടേഴ്സൊക്കെ കയറ്റണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ അതുണ്ട്. ഇനി അതല്ല റബ്ബർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വരുമാനവും നമ്മൾക്ക് ആക്കാം. 36 സെൻറ്റ് സ്ഥലം, അതിൽ നിങ്ങൾ ഈ കണ്ട 2 നില, ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന വലിയൊരു വീട്. തൊട്ട് ചാരിയിട്ട് 2 ഷട്ടർ റൂം, അതിന്റെ മുകളിൽ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി. വീടിന്റെ പിൻഭാഗത്തായിട്ടൊരു 19ഓളം റബ്ബറുകൾ. അപ്പൊ അങ്ങനെ വരുമാനങ്ങളൊക്കെ ആവുന്ന രീതിയിലുള്ള നല്ലൊരു വീട്. കുഴപ്പമില്ലാത്ത 2 നില, നല്ലൊരു വലിയ പഴക്കമില്ലാത്ത നല്ലൊരു വീടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം അമരമ്പലം റൂട്ടിൽ അത്താണിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി. അത്താണിക്കൽ, ശാന്തിനഗർ കഴിഞ്ഞിട്ടുള്ള അത്താണിക്കൽ. അപ്പോൾ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് അത്താണിക്കൽ അങ്ങാടിയിൽ നിന്ന് ഏകദേശം 100 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വഴിദൂരം. നേരെ ഫ്രണ്ടിലായിട്ട് ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്. അതുപോലെ തന്നെ തൊട്ട് ചാരിയിട്ട് ഒരു വൈറ്റനറി, ഒരു മൃഗാശുപത്രി ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. വലിയ കോളേജ് ഉണ്ട്, പള്ളിയുണ്ട്, അമ്പലമുണ്ട്. അങ്ങനെ സൗകര്യങ്ങൾ ഏറെ ഇല്ല. 36 സെന്റ് സ്ഥലവും വലിയൊരു വീടും. 65 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ നീക്കുപോക്കുകൾ ഉണ്ടാവും. വില നെഗോഷ്യബിൾ ആണ്. പ്രോപ്പർട്ടി മാറ്റത്തിനും പാർട്ടി തയ്യാറാണ്. നമ്മൾ ഈ അരീക്കോട് ഈ ഭാഗങ്ങൾ, മുക്കം ഈ ഭാഗങ്ങളൊക്കെ ആയിട്ട് എവിടെയെങ്കിലൊക്കെ നല്ല തോട്ടം കിട്ടുകയാണെന്നില്ലേ, റബ്ബറാണ് അവർ ഉദ്ദേശിക്കുന്നത്. നല്ല തോട്ടങ്ങളൊക്കെ ആയിട്ടും ഇവർ മാറ്റത്തിനും തയ്യാറാണ്. കുറച്ച് പൈസയും കിട്ടണം. നല്ലൊരു തോട്ടമൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റത്തിനും തയ്യാറാണ്. അപ്പോൾ 36 സെന്റ് സ്ഥലം, വലിയ വീട്, ഉദ്ദേശിക്കുന്ന വില 65 ലക്ഷം രൂപ. വില നെഗോഷ്യബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എന്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനും വാങ്ങുവാനും ഉണ്ടെങ്കിലും എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.